ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്കിപ്പ് എ ബീറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഡ്രാമ ഹബ്സ് ചാനലിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ചാനൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐഷു ഡ്രാമ ഹബ്സ് 2.0 എന്നുള്ള പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാനൽ തുടങ്ങിയ വിവരം അറിയാത്ത കൂട്ടുകാരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഫസ്റ്റ് കമന്റ് ആയിട്ടും ഞങ്ങൾ അത് പിൻ ചെയ്തേക്കാം. അപ്പോ ഒന്ന് പോയിട്ട് സപ്പോർട്ട് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, ഒരുപാട് കമന്റ്സും നിങ്ങൾ ചെയ്യുക. എന്നാലേ യൂട്യൂബ് റെക്കമെൻഡിൽ വിടുള്ളൂ. അതേപോലെ തന്നെ ഈ വീഡിയോക്കും ലൈക്കും കമന്റ് ഒക്കെ ഒരുപാട് തരിക. വീഡിയോ റെക്കമെൻഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊരു മടുപ്പായിട്ട് തോന്നും, എന്നാലും ഞാൻ വിടില്ല, എപ്പോഴും പറയും. അതുകൊണ്ട് തന്നെ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തില് ഹീറോന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ആ കോട്ട് പിടിച്ചു വാങ്ങി 4-5 മാസം ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് പുറത്തോട്ട് ഇറങ്ങി പോകും. അങ്ങനെ തന്നെ ഹീറോന്റെ കയ്യിലേക്ക് ആ കോട്ടും കൊണ്ടുപോയി കൊടുക്കും. ആ ടൈമിനാണെങ്കിൽ ആ ഹീറോയിന്റെ ഫേസില് മാർക്ക് വന്നേക്കുന്നത് ശ്രദ്ധിക്കും. അങ്ങനെ തന്നെ അവളുടെ ഫേസിൽ പിടിച്ചു നോക്കിയിട്ട് നിന്റെ ഫേസിൽ എന്താ ഇങ്ങനെ ഒരു മാർക്ക് വീണേക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയിൻ ആണെങ്കിൽ ഒന്നും പറയാണ്ട് ഇല്ല, ഷെൽഫിൽ ഒന്ന് അടിച്ചതാണെന്ന് പറയും. ആ ഓക്കെ, അങ്ങനെയാണെങ്കിലേ എത്രയും പെട്ടെന്ന് ആ മാർക്കൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് മറച്ചു കളഞ്ഞേക്ക്. ഇന്ന് ഈവനിങ് ഒരു പാർട്ടി ഉള്ളതാണ്, അത് നിനക്കറിയാലോ. എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. ആരും അവരെ നോക്കി ഒരു കുറ്റവും പറയാൻ പാടില്ല, അതെനിക്ക് ഇഷ്ടമല്ല. എല്ലാരും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം, അത് നിനക്കറിയാലോ എന്നും ചോദിച്ച് ഹീറോ അങ്ങനെ തന്നെ അവിടെ നിന്ന് പോകും. അങ്ങനെ അന്ന് ഈവനിങ് ഇവര് രണ്ടുപേരും കൂടി ആ പാർട്ടിക്കായിട്ട് ചെല്ലും. രണ്ടുപേരും കൈയൊക്കെ കോർത്തു പിടിച്ചാണ് അങ്ങോട്ടേക്ക് കയറുന്നത്. ഇതാണെങ്കിൽ ആ യുണ്ണ് കണ്ടിട്ട് നേരെ ഹീറോയിന്റെ അടുത്ത് വന്ന് ഹീറോയിന്റെ കൈയൊക്കെ തട്ടി മാറ്റി പുള്ളിക്കാരി കയ്യിലേക്ക് കയറി പിടിക്കും. എടാ പെട്ടെന്ന് വാ, നമ്മുടെ ഓൾഡ് ഫ്രണ്ട്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്, വാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് അവരെ മീറ്റ് ചെയ്യാന്ന് പറയും. ഹീറോയിനും വേറെ വഴിയില്ലാണ്ട് ഹീറോയിൻ അവിടെ ഇട്ടിട്ട് യുണ്ണിന്റെ കൂടെ പോകും. അങ്ങനെ കുറച്ചു നേരം നമ്മുടെ ഹീറോയിൻ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് ബോറടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കുടിച്ചോണ്ടിരിക്കും. ആ ടൈമിന് യുണ്ണ് അങ്ങോട്ടേക്ക് വരും. അല്ല നീ എന്തിനാണ് ഹീറോന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നത്? നീ അവന്റെ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല നിന്റെ അടുത്ത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ ഞാൻ അവന്റെ ഗേൾഫ്രണ്ട് ആണെന്ന്, അപ്പൊ പിന്നെ ഞാൻ അവന്റെ കൂടെ അല്ലേ വരണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ നീ പറഞ്ഞ ഞാൻ ഇപ്പൊ തന്നെ വിശ്വസിക്കും. നീ അവന്റെ ഗേൾഫ്രണ്ട് ഒന്നും ആയിരിക്കില്ല, നീ നോണ പറയുന്നതാണ്, എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. വേണമെങ്കിൽ നിന്നെ കൂടെ വെച്ചേക്കുന്നതേ വർക്കിന് വേണ്ടിയിട്ട് ഒരു ടൂളായിട്ടായിരിക്കും, അല്ലാണ്ട് വേറൊന്നിനും വേണ്ടിയിട്ടല്ലാന്ന് യുണ്ണും പറഞ്ഞ് ഒരുമാതിരി ഹീറോയിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കും. ഹീറോയിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കര ദേഷ്യം വരും. നീ ഇന്നലെ എന്റെ ദേഷ്യം മുഴുവൻ കണ്ടതല്ലേ, എന്നിട്ടും നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? മര്യാദക്ക് നീ ഇവിടെ നിന്ന് പോ, എനിക്ക് ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ആഗ്രഹവും ഇല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്കെന്ന് പറയും. യുന്ന അപ്പൊ തന്നെ കയ്യിലിരുന്ന വൈൻ എടുത്തിട്ട് അവളുടെ ഷൂയിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒച്ചെടുക്കാനായിട്ട് തുടങ്ങും. നീ എന്തായി കാണിച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ എല്ലാവരും ഇവരെ രണ്ടുപേരെയും ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കും. പുള്ളിക്കാരി തന്നെ വൈൻ കൊട്ടിയിട്ടിട്ട് നമ്മുടെ ഹീറോയിൻ കൊട്ടിയ പോലെ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും. ആ ടൈമിന് ഹീറോ അങ്ങോട്ടേക്ക് വരും. എന്താ ഇവിടെ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ യുന്ന് ഞാനേ മര്യാദക്ക് ഇവളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, അവള് ദേഷ്യപ്പെട്ട് ആ വൈൻ എടുത്തിട്ട് എന്റെ ഷൂവിലേക്ക് ഒഴിച്ച്. എന്റെ ഷൂ കണ്ട നാശമായി, ഇതെന്റെ മുത്തശ്ശി വാങ്ങിച്ചു തന്ന ഷൂ ആണ്, ഞാൻ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ സ്വത്തായിട്ട് കാണുന്ന സാധനമാണ്, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ഫീൽ ചെയ്തുകൊണ്ട് നിൽക്കും. ഇത് കാണുമ്പോ തന്നെ ഹീറോന് ഭയങ്കര ദേഷ്യം കയറും. എന്താ നീ കാണിച്ചെന്ന് ഭയങ്കര ദേഷ്യത്തിൽ ഹീറോയിന്റെ അടുത്ത് ചോദിക്കും. ഇല്ല ഞാനൊന്നും ചെയ്തില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അപ്പൊ തന്നെ യുണ്ണ് വീണ്ടും ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ശരി, ഞാൻ ഇവളുടെ അടുത്ത് ക്ഷമിക്കാം, അതിന് പകരമായിട്ട് ഇവൾ എന്റെ ഷൂ അവളുടെ കൈ കൊണ്ട് തുടച്ചു തരണം, എന്നാലേ ഞാൻ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുള്ളൂ എന്ന് പറയും. അപ്പൊ തന്നെ ഹീറോ തിരിഞ്ഞിട്ട് ഹീറോയിന്റെ അടുത്ത് അവളുടെ ഷൂ ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. ഹീറോയിനും വേറെ നിവർത്തിയില്ലാണ്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് ക്ലീൻ ചെയ്യാൻ പോവുകയുണ്ടാവുള്ളൂ. അപ്പൊ തന്നെ ഹീറോയിന്റെ കയ്യിൽ ആരോ കയറി പിടിക്കും. ഇത് വേറെ ആരുമല്ല, ഹീറോയിൻ ബ്രോസ്റ്റ് ഒക്കെ സെലക്ട് ചെയ്ത ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അയാളായിരിക്കും. അയാളുടെ പേര് യാൻ എന്നാണ്. യാൻ അങ്ങനെ തന്നെ ഹീറോയിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ല ഈ ഷൂ നിനക്ക് ഭയങ്കര പ്രീഷ്യസ് ആണെന്നല്ലേ പറഞ്ഞത്, അപ്പൊ പിന്നെ ഇത് കൈകൊണ്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നീ എങ്ങനെയെങ്കിലും ഒരു ഡ്രൈ ക്ലീനിങ് സെന്ററിൽ അത് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറയും. അങ്ങനെ തന്നെ ഹീറോനെ നോക്കും. ഹീറോന്റെ കോട്ടില് ആ ബ്രോസ്റ്റ് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും ഹീറോന് വേണ്ടിയിട്ടാണ് ഹീറോയിൻ ആ ബ്രോസ്റ്റ് വാങ്ങിച്ചതെന്ന് യാണിന് മനസ്സിലാകും. അങ്ങനെ തന്നെ യുണ്ണിനെ നോക്കിയിട്ട് എന്തായാലും നിനക്ക് പ്രീഷ്യസ് ആണെന്നല്ലേ പറഞ്ഞത്, ചിലപ്പോ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്താലും ശരിയാവില്ല, വേണമെങ്കിൽ ഞാൻ അതിന്റെ കാശ് തരാന്ന് പറയും. അപ്പൊ തന്നെ ഹീറോ അല്ല നീ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കും. എന്റെ പേര് ഞാൻ ഹീറോയിന്റെ ഫ്രണ്ട് ആണെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങനെ തന്നെ ഹീറോയിനെ കൂട്ടി വേറൊരു സ്ഥലത്ത് ചെന്നിരിക്കും. നീയെ ഒന്നും വിചാരിക്കണ്ട, യുണ്ണ് എന്റെ കസിനാണ്, അവൾക്ക് കുഞ്ഞുനാൾ മുതലേ തന്നെ ഹീറോനോട് ഒരു വല്ലാത്തൊരു ഇഷ്ടമൊക്കെ ഉണ്ട്, ചിലപ്പോ നീ അവന്റെ കൂടെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന കണ്ട് അവൾക്ക് ജലസായ
പറ്റിയതായിരിക്കും. എന്തായാലും അവള് ചെയ്ത തെറ്റിന് ഞാൻ നിന്റെ അടുത്ത് മാപ്പ് പറയുവാണെന്നും പറഞ്ഞിട്ട് ഹീറോയിന്റെ കയ്യില് ആ വൈൻ കൊട്ടിയ ടൈമിന് ഒരു ചെറിയ മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതില് മെഡിസിൻ ഒക്കെ വെച്ച് കൊടുക്കും. അപ്പൊ തന്നെ ഞാൻ അല്ല നിനക്കും ഹീറോയിനും തമ്മിൽ എന്താണ് ബന്ധം ഇങ്ങനെ ചോദിക്കും. ഹീറോയിന് അതിനൊരു മറുപടി കൊടുക്കാണ്ട് നിങ്ങൾ എനിക്ക് മെഡിസിൻ ഒക്കെ അപ്ലൈ ചെയ്ത് തന്നില്ലേ, എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പോകും. ആ ടൈമിന് ഹീറോനെയും യുന്നിനെയും കാണിക്കാണ്. യുന്നിനെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടിട്ട് ഹീറോ യുന്നിന്റെ കൂടെ നടന്നു വന്നോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ യുന്നാണെങ്കിൽ ആ ഹീറോയിനെ പറ്റി കുറെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൾക്ക് എന്തോ ജലസ് ആയിട്ടാണ്, മനഃപൂർവ്വം അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് അവൾ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, അവൾ ഭയങ്കര ഫ്രോഡാണെന്നൊക്കെ ഇങ്ങനെ ഹീറോന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കും. ഹീറോയാണെങ്കിൽ അതൊന്നും വലിയ മൈൻഡ് ഒന്നും കൊടുക്കാണ്ട് യുന്നിനെയും കൂട്ടി നടക്കും. ഹീറോ ഒരു മൈൻഡും കൊടുക്കാണ്ട് നടന്നു പോകുന്നത് കാണുമ്പോ തന്നെ യുന്നി സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഇടയിൽ എന്താണ് ഉള്ളതെന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോ ആണെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കാണ്ട് നിന്റെ വീട് വന്ന് നീ അകത്തേക്ക് സേഫ് ആയിട്ട് പോയിക്കോന്ന് പറയും. യുന്ന് ഇത് കേട്ട ഉടനെ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഓക്കെ നിങ്ങളും സേഫ് ആയിട്ട് പോയിട്ട് വന്നൊക്കെ ഹീറോന്റെ അടുത്തും ഭയങ്കര സ്വീറ്റ് ആയിട്ടൊക്കെ പറയും. അതേ ടൈം ഹീറോയിനാണെങ്കിൽ ഒരു വൈനൊക്കെ കുടിച്ചിട്ട് ഹീറോ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കും. ഇവര് രണ്ടുപേരും കൂടി ലിഫ്റ്റിൽ ഓഫീസിലേക്ക് പോവായിരിക്കും. ഇവരെ ഫ്ലോർ എത്തുമ്പോ ലിഫ്റ്റ് തുറന്ന് നമ്മുടെ ഹീറോയിൻ ആദ്യം പുറത്തിറങ്ങും. ഹീറോയിൻ ഇറങ്ങാത്ത കാണുമ്പോഴത്തേക്കും എന്താ നിങ്ങൾ വരുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹീറോയിനെ ആ ലിഫ്റ്റിലേക്ക് വലിച്ചു കയറ്റിയിട്ട് നിനക്ക് എന്നെ ഇഷ്ടമല്ലേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് ഹീറോ അങ്ങനെ തന്നെ ഹീറോയിനെ കിസ് ചെയ്യാനായിട്ട് പോകും. അപ്പൊ തന്നെ ഹീറോയിൻ ഫേസ് പയ്യെ ഒന്ന് തിരിക്കും. പ്ലീസ് നീ എന്നെ റിജക്ട് ചെയ്യരുത്, ഒരിക്കലും റിജക്ട് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഹീറോയിന്റെ ഫേസിൽ ഇങ്ങനെ പിടിച്ച് കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിന് ശേഷമാണ് രണ്ടുപേരും ഡേറ്റ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ ഹീറോയിൻ ഓർത്തെടുത്തിട്ട് ഭയങ്കര വിഷമത്തില് വൈൻ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. ആ ടൈമിനാണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. നിന്റെ കയ്യില് ഒരു മുറിവ് പറ്റിയായിരുന്നില്ലേ, അതില് മെഡിസിൻ അപ്ലൈ ചെയ്താന്നിങ്ങനെ ഹീറോയിന്റെ അടുത്ത് ചോദിക്കും. നിനക്കറിയാലോ എന്റെ കയ്യില് മുറിവ് പറ്റിയിട്ടുണ്ടെന്ന്, എന്നിട്ട് നീ എന്തിനാണ് യുന്നിന്റെ ഷൂ എന്റെ അടുത്ത് തുടക്കാനായിട്ട് പറഞ്ഞേന്ന് ഇങ്ങനെ ചോദിക്കും. അത് വേറൊന്നുമല്ല, അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയല്ലേ, അവിടെ വലിയൊരു സീൻ ക്രിയേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയും. എനിക്കറിയാം നീ യുന്നിനെ മാരേജ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന്, അവളുടെ മുമ്പിൽ നല്ലവനാവാൻ വേണ്ടിട്ടല്ലേ എന്റെ അടുത്ത് അങ്ങനെ കാണിച്ചെന്ന് ഇങ്ങനെ ഹീറോയിൻ ചോദിക്കും. ഇതൊക്കെ നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ ഒരു റൂമറാണ്. എന്ത് റൂമർ, ഇതൊക്കെ കേട്ടിട്ട് എനിക്കൊരു റൂമറായിട്ടൊന്നും തോന്നുന്നില്ല. ശരിക്കും നീയും യുന്നും കൂടിയല്ലേ മാരേജ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എല്ലാവരും അത് പറയുന്നുണ്ടെന്ന് ഹീറോയിൻ ഭയങ്കര വിഷമിച്ച് പറയും. ഹീറോയാണെങ്കിൽ ആ ഹീറോയിന്റെ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേ ഓഫീസിൽ കാണിക്കാണ്. ഈ ഒരു സംഭവം ആ ഓഫീസിൽ മൊത്തം ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഓഫീസിലുള്ള ഒരു പെണ്ണ്, നമ്മുടെ ജിന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള പെൺകുട്ടിയൊന്നും അല്ല, ചിലപ്പോ യുന്ന് ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്തത്, അവള് മനഃപൂർവ്വം ചെയ്തതായിരിക്കും എന്ന് പറയും. അപ്പൊ തന്നെ വേറൊരു പയ്യൻ, നീ ഇതൊന്നും കണ്ടില്ലല്ലോ, ചിലപ്പോ ജിന്ന് തന്നെയാണ് അവളുടെ ഷൂല് വൈൻ ഒഴിച്ചതെങ്കിലോ, നീ വെറുതെ ജിന്നിനെ സപ്പോർട്ടൊന്നും ചെയ്യണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ആ പെൺകുട്ടി, ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണ്, യുൻ തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തത്, അവള് വെറും ചീപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിൽ നമ്മുടെ ജിന്ന് അങ്ങോട്ടേക്ക് വരും. നിനക്ക് ഓക്കെ അല്ലേ, നിനക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ആ പെൺകുട്ടി നമ്മുടെ ജിന്നിന്റെ അടുത്ത് ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. എന്തായാലും ആ യുന്നെ പഠിച്ച കള്ളിയാണ്, എന്തൊക്കെയാണ് ആ കാണിച്ചു കൂട്ടിയത്, അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് അവൾ അങ്ങനെയൊക്കെ കാണിച്ചത്, അവളെ ഭയങ്കര ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് യുന്നിനെ പറ്റി ഈ പെൺകുട്ടി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിനാണ് യുന്നിനെയും കൂട്ടി ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. യുന്നിനെ എല്ലാരും കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഷോക്കാകും. ഇത്ര നേരം യുന്നിനെ പറ്റിയാണല്ലോ കുറ്റം പറഞ്ഞ് നിന്നേച്ചത്, ഇനി ഇവളെങ്ങാനും കേട്ട് കാണുമെന്ന് വിചാരിച്ച് പേടിച്ചറിഞ്ഞ് നിൽക്കും. അപ്പൊ തന്നെ ഹീറോ യുന്നിനെ കാണിച്ചിട്ട് ഇനി മുതലേ ഇവളാണ് എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നും പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹീറോയിനാണെങ്കിൽ ഇതൊട്ടും ഇഷ്ടപ്പെടില്ല. ഹീറോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈമിന് ഹീറോന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ എന്തിനാണ് യുന്നിനെ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നത്, അവള് പേഴ്സണൽ അസിസ്റ്റന്റ് ആണെങ്കിൽ ഞാൻ പിന്നെ ആരാണ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ ചുമ്മാ അവൾക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യണോന്ന് പറഞ്ഞു, എന്നാ പിന്നെ അവൾ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ച്, അവൾക്ക് അതൊരു സന്തോഷമാകുമല്ലോ. അവൾ എന്തായാലും വലുതായിട്ട് വർക്കൊന്നും ചെയ്യാൻ പോകുന്നില്ല, എല്ലാ വർക്കും നീ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്, നീയാണ് എന്റെ ഒറിജിനൽ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് ഹീറോ ഇങ്ങനെ പറയും. ഓക്കെ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തില് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങും. ആ ടൈമിന് യുന്നാണെങ്കിൽ എല്ലാവരെയും സോപ്പ് ഇടാനായിട്ട് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും. എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹീറോയിനും ഒരെണ്ണം കൊടുക്കും. എന്നിട്ട് ഒന്ന് കളിയാക്കുന്ന പോലെ, നീയെ ഒരിക്കലും ഹീറോന് സെറ്റ് ആവില്ല, അവനെ എന്തായാലും ഞാൻ തന്നെ ആയിരിക്കും അടിച്ചോണ്ട് പോവാൻ പോകുന്നെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. ഹീറോയിനാണെങ്കിൽ ആ യുന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് എടുക്കാണ്ട് നീ എന്തെങ്കിലും ചെയ്യടി, ചെയ്തിട്ട് പോടി എന്നുള്ള റിയാക്ഷൻ ഒക്കെ കൊടുത്തിട്ട് നിൽക്കും. അതേ ടൈം ഹീറോന്റെ അമ്മ ഹീറോന്റെ അടുത്ത് വന്നിട്ട്, ദേ നോക്കടാ, യുന്നെ അബ്രോഡിൽ പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്,
പറഞ്ഞിട്ടുണ്ട്, നിന്റെ കീഴില് അവളെ ജോലിക്ക് എടുത്തു എന്ന് വെച്ചിട്ട് നീ അവൾക്ക് ഒരുപാട് കഷ്ടമുള്ള ജോബൊന്നും കൊടുക്കാന്ന് കരുതിട്ടാന്ന് പറയും. അവൾക്ക് കഷ്ടപ്പാടുള്ള ജോലികൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൾ ഇങ്ങോട്ടേക്ക് ജോലിക്ക് വന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് അവളെ തന്നെ ഇഷ്ടമില്ല എന്ന് പറയും. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുഞ്ഞിലെ തന്നെ നിങ്ങളുടെ എൻഗേജ്മെന്റ് ഉറപ്പിച്ച് വെച്ചിട്ടുള്ളതല്ലേ, ഇപ്പൊ പോയിട്ട് നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല അമ്മ, അതൊക്കെ കുഞ്ഞുനാളിലല്ലേ, ഇപ്പോഴല്ല, എനിക്കിപ്പൊ അവളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കും. ആ ടൈമിനാണ് യുന്ന് ഹീറോന് ഒരു കോഫിയുമായിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്താണ് മോളെ നീ ചെയ്യുന്നത്? ഇതിന്റെ ആവശ്യമൊന്നുമില്ല, വാ ഇവിടെ ഇരിക്കെന്നും പറഞ്ഞിട്ട് യുന്നിനെ ഹീറോന്റെ അമ്മ അടുത്തിരുത്തി കൊഞ്ചിക്കാനായിട്ടൊക്കെ തുടങ്ങും. ഇവര് സംസാരിക്കുന്നതെല്ലാം പുറത്തിരുന്ന് നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നുണ്ടാവും. പുള്ളിക്കാരിക്ക് വല്ലാത്ത സങ്കടമൊക്കെ വരും. അങ്ങനെ ലഞ്ച് ബ്രേക്കിന്റെ ടൈം ആകും. എല്ലാരും ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോ ഹീറോയിനെ എല്ലാരും കൂടി വിളിക്കും. അയ്യോ എനിക്കിപ്പോ വരാൻ പറ്റില്ല, ഹീറോയിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, അതിലേക്ക് പ്രസന്റ് ചെയ്യാനുള്ള പ്രോജക്ടിന്റെ റിപ്പോർട്ടാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്, അതെനിക്ക് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് പറയും. അതൊക്കെ തീർക്കാന്നേ, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വന്നിരിക്കാല്ല, ടൈം ഉണ്ടല്ലോ എന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആ പ്രോജക്ടിന്റെ ഫയൽ എടുത്ത് അവളുടെ ഡ്രോയറിൽ തന്നെ വെച്ച് പൂട്ടിയിട്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. ഇതെല്ലാം യുന്നും കാണുന്നുണ്ടാകും. നീ ഇനി എങ്ങനെയാണ് ഇവിടെ തുടരുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി നേരെ ഹീറോയിന്റെ ടേബിളിൽ വന്ന് ആ ഡ്രോയറിൽ നിന്ന് ആ ഒരു ഫയലും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകും. ഇപ്പൊ ഹീറോയിൻ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വരും. വന്ന് നോക്കുമ്പോ ആ ഫയലാണെങ്കിൽ കാണുന്നില്ല. ഹീറോയിൻ ടെൻഷൻ അടിച്ച് ഫയൽ നോക്കുന്ന കാണുമ്പോ ഹീറോയിനെ ലഞ്ചിനായിട്ട് വിളിച്ചു കൊണ്ടുപോയി ആ പെൺകുട്ടിയും അങ്ങോട്ടേക്ക് വരും. എന്താ മാഡം, എന്താ പ്രോബ്ലം എന്ന് ചോദിക്കും. അതെ, ഞാൻ ഇവിടെ വെച്ച ഫയൽ കാണുന്നില്ല, അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. ആ മാഡം, ആ ഒരു ഡ്രോയറിലല്ലേ വെച്ചത്, ഞാനും കണ്ടതാണല്ലോ എന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടിയും ഫയലൊക്കെ തപ്പാനായിട്ട് തുടങ്ങും. ആ ടൈമിന് പുള്ളിക്കാരിക്ക് ആ ടേബിളിന്റെ അരികത്ത് നിന്ന് ഒരു ത്രെഡ് കിട്ടും. യുന്നിന്റെ ഡ്രസ്സുമായിട്ട് അത് മാച്ചായും പോകുന്നുണ്ട്. അങ്ങനെ യുന്നാണ് ആ ഫയൽ എടുത്തതെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഹീറോയിൻ അങ്ങനെ തന്നെ യുന്നിന്റെ അടുത്ത് ചെന്നിട്ട്, ദേ നോക്കി യുൻ, നീ ആ ഫയൽ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ നിന്റെ ഡ്രോയർ ഇപ്പൊ പരിശോധിക്കുമെന്ന് പറയും. ഇല്ല ഇല്ല, എന്റെ ഡ്രോയറിൽ ഒന്നുമില്ല. അല്ല നീ എന്തിനാ എന്റെ ഡ്രോയർ വന്ന് പരിശോധിക്കുന്നത്? നിന്റെ കയ്യിൽ വല്ല തെളിവുണ്ടാ? ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് യുന്ന് നമ്മുടെ ഹീറോയിന്റെ കൈയൊക്കെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കും. ആ ടൈമിന് ഹീറോ അങ്ങോട്ടേക്ക് വരും. എന്താണ് ഇവിടെ പ്രോബ്ലം, എന്താ പ്രശ്നം എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹീറോയിൻ നടന്ന വിവരമെല്ലാം പറഞ്ഞിട്ട് യുന്നിന്റെ കൂടെ മാച്ചായി പോകുന്ന ആ ത്രെഡും എടുത്ത് കാണിക്കും. അപ്പൊ തന്നെ യുന്നിനോട്, നോക്ക് യുൻ, നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കണം, അതിനായിട്ട് നിന്റെ ആ ഡ്രോയർ അവള് തുറക്കട്ടെ എന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് യുന്നെ സമ്മതിക്കും. ഹീറോയിൻ ചെന്ന് തുറന്ന് നോക്കുമ്പോ ആ ഒരു ഡ്രോയറിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല, കാലിയായിട്ട് കിടക്കായിരിക്കും. ഇത് കാണുമ്പോ തന്നെ ഹീറോ, എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഫയൽ കണ്ടുപിടിച്ച് തരണം, ഈവനിങ് എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്, അത് നിനക്ക് അറിയാലോ എന്നും പറഞ്ഞിട്ട് ഹീറോയിനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകും. ആക്ച്വലി യുന്ന് ആ ഒരു ഫയലുമായിട്ട് നേരെ റെസ്റ്റ് റൂമിലേക്ക് ചെന്ന് അവിടെയുള്ള ഒരു വേസ്റ്റ് ബിന്നിലായിരിക്കും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക. ഇപ്പൊ പ്രസന്റില് പുള്ളിക്കാരി നേരെ ചെന്ന് ആ ഫയൽ എടുക്കാനായിട്ട് നോക്കും. അപ്പൊ ആ വേസ്റ്റ് ബിന്നിൽ ആ ഫയൽ ഉണ്ടാവില്ല. ഇത് കണ്ട് യുന്ന് തന്നെ ഷോക്കാകും. അയ്യോ, ഞാൻ ഇവിടെയാണല്ലോ ഫയൽ വെച്ചത്, ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കും. ആ ടൈമിന് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ യുന്ന് ബാത്റൂമിലേക്കാണ് ആ ഫയലും കൊണ്ട് പോയതെന്ന് CCTV കണ്ടിട്ട് പുള്ളിക്കാരി വേസ്റ്റിലെല്ലാം ആ ഫയൽ തപ്പാനായിട്ട് തുടങ്ങും. അപ്പൊ തന്നെ കൂടെയുള്ള ഒരു എംപ്ലോയി, ദേ നമുക്ക് ഈ വിവരം ഹീറോന്റെ അടുത്ത് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ തെളിവെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ, യുന്നാണ് കുറ്റം ചെയ്തതെന്ന് നമുക്ക് തെളിയിക്കാന്ന് പറയും. നമ്മൾ എന്തൊക്കെ തെളിവുമായിട്ട് ചെന്നാലും ഹീറോ അത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. ഹീറോ അത് മൈൻഡ് പോലും ചെയ്യില്ല. ഹീറോന് റിസൾട്ട് ആണ് മുഖ്യം, അതുകൊണ്ട് തന്നെ നമ്മൾ റിസൾട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുക, അതാണ് വേണ്ടതെന്നും പറഞ്ഞിട്ട് ഹീറോയിനും ടീംസ് ഒക്കെ കൂടി ആ ഫയലൊക്കെ തപ്പിയെടുത്ത് നേരെ ഹീറോന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. ഹീറോ ആണെങ്കിൽ അതൊന്നും വാങ്ങാണ്ട്, ഞാൻ ആ കമ്പനിയിൽ വിളിച്ചു പറഞ്ഞായിരുന്നു, അവരെനിക്കൊരു ബാക്കപ്പ് ഫയൽ എടുത്ത് തന്നിട്ടുണ്ട്, ഞാൻ എന്തായാലും അതെടുത്തോളാം, എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങനെ തന്നെ യുന്നുമായിട്ട് അവിടെ നിന്ന് പോകും. ഹീറോയിന് ചെറിയ രീതിയിൽ ഹേർട്ട് ആകും, എന്നാലും തിരിഞ്ഞു നിന്ന് അവളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഒക്കെ പറയും. എല്ലാവരും താങ്ക്സ് ഒന്നും പറയണ്ട, നീ ഞങ്ങളുടെ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കളിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കും. ആ ടൈമിന് യുന്ന് നമ്മുടെ ഹീറോന്റെ അടുത്ത് ഹീറോയിന്റെ ആ ഒരു ഗ്രൂപ്പിനെ പറ്റി ഭയങ്കരമായിട്ട് കുറ്റങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങും. ആരാണെന്ന് അറിയാൻ പാടില്ല ആ ഗ്രൂപ്പിനെ ഇങ്ങോട്ടേക്ക് ജോലിക്ക് എടുത്തത്, അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കാൻ മാത്രമേ ടൈമുള്ളൂ, ഒരു വർക്കും മര്യാദക്ക് ചെയ്യില്ല, എന്തിനാണാവോ ഇങ്ങോട്ടേക്ക് ഹയർ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഗ്രൂപ്പിനെ മൊത്തമായിട്ട് ഭയങ്കരമായിട്ട് കുറ്റമൊക്കെ പറയും. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും ദേ നോക്കിയും അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ ടാലന്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും ടാലന്റ് ഇങ്ങനെ നിരത്തി പറയും. അത് കഴിയുമ്പോഴത്തേക്കും യുന്നിന്റെ അടുത്ത് ഇവരെല്ലാരും ഹയർ ചെയ്തത് ഞാനാണെന്നും കൂടി പറയും. ഇതങ്ങടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്കൊന്നും പറയാൻ പറ്റാണ്ട് വായ വടച്ചിങ്ങനെ നിൽക്കും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേയും ആകും. യുന്ന് ഭയങ്കര അപ്സെറ്റ് ആയിട്ട് ഇരുന്നിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത്. അപ്പൊ യുന്നിന്റെ ഫ്രണ്ട് വന്നിട്ട്, എന്ത് പറ്റി, നീ ഭയങ്കര അപ്സെറ്റ് ആണല്ലോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഒരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഹീറോയിനെ ആ കമ്പനിയിൽ നിന്ന് ഓടിച്ചു വിടണം, ഹീറോയിന് ഉള്ളിടത്തോളം കാലം എനിക്ക് ഹീറോന്റെ അടുത്തേക്ക് പോലും പോവാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും അവൾ അവിടെ നിന്ന് ഓടിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ തന്നെ ഫ്രണ്ട്, നീയേ ഒരു പണി ചെയ്യ്,
ഹീറോന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് ഹെൽപ്പ് ചോദിക്കുക. അവരാണ് ഇതിന് പറ്റിയ ആള്. അവർക്ക് എന്തായാലും നിങ്ങൾ തമ്മിൽ മാരേജ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് നീ എന്തായാലും അവരുടെ അടുത്ത് ചെന്ന് ഹെൽപ്പ് ചോദിക്കാനായിട്ട് പറയും. ഇത് നല്ല ഐഡിയ ആണല്ലോ എന്നും പറഞ്ഞിട്ട് യുന്നും ആലോചിച്ചോണ്ടിരിക്കും. ആ ടൈമിന് ഹീറോയിൻ ഫ്രണ്ടിനെ ചെന്ന് മീറ്റ് ചെയ്തിട്ട് യുന്നിന ഹീറോ മാരേജ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയും. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് തന്നെ ഷോക്കാകും. എന്താടി നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ 3 വർഷമായിട്ട് ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ? അപ്പൊ എങ്ങനെയാ നിന്നെ മറന്നിട്ട് യുന്നിന ഹീറോന് മാരേജ് ചെയ്യാൻ പറ്റുന്നത്? അതൊക്കെ നടക്കുവോ നിന്നെ ചോദിക്കും. എനിക്കറിയില്ല, അതൊക്കെ അവന്റെ ഇഷ്ടമല്ലേ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരിയാണെങ്കിൽ നിനക്ക് അറിഞ്ഞൂടെ ഞാൻ എന്തുകൊണ്ടാണ്, എന്ത് റീസൺ കാരണമാണ് അവന്റെ കൂടെ ഇരിക്കുന്നതെന്ന്? എനിക്കറിയാന്ന് ഫ്രണ്ടും ഇങ്ങനെ പറയും. ആ ടൈമിന് ഹീറോയും ഫ്രണ്ടും കൂടി ഇരിക്കായിരിക്കും. അപ്പൊ തന്നെ ഹീറോന്റെ ഫ്രണ്ട്, എടാ നീ യുന്നിനെ മാരേജ് ചെയ്യാൻ പോവാണെന്ന് അറിഞ്ഞല്ലോ. നീ 3 വർഷമായിട്ട് ഹീറോയിനെ ഡേറ്റ് ചെയ്യല്ലേ? അപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹീറോ, ഇല്ല ഞാൻ ഒരിക്കലും ഹീറോയിനെ വിട്ടുകളയില്ല, അവളെ വിട്ടുകളയാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയും. അപ്പൊ നീ രണ്ടുപേരുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കാനാണ് ഉദ്ദേശം? അതൊരിക്കലും നടക്കില്ല. നീ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ ഹീറോയിൻ, ഒന്നല്ലെങ്കിൽ യുൻ. ഇവരിൽ ആരെങ്കിലും ഒരാളെ നീ ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. ഹീറോന് ഇതിനെന്ത് മറുപടി കൊടുക്കണോന്ന് അറിയാൻ പാടില്ലാണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിന് ഹീറോന്റെ അമ്മ ഹീറോയിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കും. ഹീറോയിൻ വന്നിരിക്കുമ്പോ തന്നെ, ദേ നോക്ക്, ഞാൻ വിഷയത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വരാം. നീ എങ്ങനെയെങ്കിലും ഹീറോനെ ബ്രേക്കപ്പ് ചെയ്തു പോണം, അതാണ് നല്ലതെന്ന് പറയും. ഹീറോയിൻ ആണെങ്കിൽ അങ്ങനെ തന്നെ, അത് എന്റെയും ഹീറോന്റെയും ഇടയിലുള്ള വിഷയമല്ലേ, അതിൽ നിങ്ങൾ ഇടപെടുന്നത് അത്രക്ക് ശരിയല്ല എന്ന് പറയും. ദേ നോക്ക്, എനിക്ക് യുന്നും എന്റെ മകനും കൂടി മാരേജ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതെനിക്ക് കൺമുൻപിൽ കാണണം. നീ ഉള്ളിടത്തോളം കാലം അതൊരിക്കലും നടക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ എങ്ങനെയെങ്കിലും ഹീറോനെ വിട്ടിട്ട് പോണം. നിനക്ക് എന്ത് വേണമോ, എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാന്ന് പറയും. ഹീറോയിനാണെങ്കിൽ അതിലൊന്നും വീഴാണ്ട് ഹീറോന്റെ അമ്മയുടെ അടുത്ത് ഒന്നും പറയാണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ കാറും എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിന് ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് വയറ് വേദന എടുക്കാനായിട്ട് തുടങ്ങും. വേദന സഹിക്കാൻ വയ്യാണ്ട് കാർ ഒരു വശത്ത് ഒതുക്കി നിർത്തിയിട്ട് അങ്ങനെ തന്നെ ഹീറോയിന് കോള് ചെയ്യും. ഹീറോയാണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഒരുപാട് പ്രാവശ്യം ഹീറോയിൻ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഹീറോ അപ്പൊ പോലും ഒരു കോള് പോലും അറ്റൻഡ് ചെയ്യില്ല. ഹീറോയിൻ ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഫ്രണ്ടിൽ ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തുന്നത്. അതിൽ നിന്ന് നമ്മുടെ യാനായിരിക്കും ഇറങ്ങി വരുന്നത്. ഇറങ്ങി വരുന്നത് നമ്മുടെ ഹീറോയിനും നോക്കിക്കൊണ്ട് നിൽക്കും. ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും ഞങ്ങളെ അറിയിക്കുക. ഇത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം കൂടിയായിരിക്കും. അപ്പോ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.